ദൈവത്തിന്റെ പോരാളികൾക്ക് ഹൈദരാബാദിന്റെ മുമ്പിലും രക്ഷയില്ല. വിജയലക്ഷ്യവുമായി എസ്ആർഎച്ചിന് മുന്നിൽ ഉയർത്തിയത് 244 റൺസുകളായിരുന്നു. അവരതും കടന്ന് വാങ്കഡയുടെ മണ്ണിൽ വിജയക്കൊടി പാറിച്ചു. ലക്ഷ്യം ഏതുമായിക്കോട്ടെ, വെട്ടിപ്പിടിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് സൺറൈസ് ഹൈദരാബാദ് ഒരിക്കൽ കൂടി പ്രഖ്യാപനം നടത്തുകയാണ്. മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് കരുത്തിന്റെ പൂർണ്ണരൂപമാണ് വാങ്കഡയിൽ ഇന്നലെ കണ്ടത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ മുംബൈക്ക് വേണ്ടി ഓപ്പണർമാരായ റയാൻ റിക്കിൾട്ടനും വില്ലി ജാക്സും ചേർന്ന് സ്വപ്നതുല്യമായ തുടക്കമാണ് നൽകിയത്. ആദ്യ പന്ത് മുതൽ തന്നെ ഹൈദരാബാദ് ബൗളർമാരെ കടന്നാക്രമിച്ച ഇരുവരും പവർ പ്ലേ ഓവറുകളിൽ റൺമല തന്നെ പടുത്തുയർത്തി. പ്രത്യേകിച്ച് റിക്കിൾട്ടന്റെ ബാറ്റിംഗ് ശൈലി സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിക്കുന്നതായിരുന്നു. ഹൈദരാബാദിന്റെ പേസ് സ്പിൻ ആക്രമണങ്ങളെ ഒരേപോലെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അയാൾ മുന്നേറി. ഈ മത്സരത്തിലെ ഏറ്റവും തിളക്കമാർന്ന നിമിഷം റയാൻ റിക്കിൾട്ടന്റെ തകർപ്പൻ സെഞ്ചുറിയായിരുന്നു. വെറും 55 പന്തുകളിൽ നിന്ന് 223 റൺസുകൾ നേടി പുറത്താകാതെ റയാൻ റിക്കിൾട്ടൻ നിൽക്കുന്നുണ്ട്. IPL 2024 ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിലൊന്നാണ് അയാൾ കാഴ്ചവെച്ചത്. 10 ബൗണ്ടറികളും 8 പടുക്കൂറ്റൻ സിക്സുകളും അടങ്ങിയതായിരുന്നു ആ ഇന്നിംഗ്സ്. മറുവശത്ത് വിൽ ജാക്സ് ആകട്ടെ 22 പന്തിൽ നിന്ന് 46 റൺസ് നേടി മികച്ച പിന്തുണ നൽകി. അവസാന ഓവറുകളിൽ നായകൻ ഹാർദിക് പാണ്ഡ്യ നടത്തിയ പ്രകടനം കൂടി ചേർന്നതോടെ മുംബൈ ഇന്ത്യൻസ് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 243 റൺസ് എന്ന പടുകൂറ്റൻ സ്കോറിലെത്തി. തിലക് 6 പായിച്ചുകൊണ്ട് വരവറിയിച്ചെങ്കിലും അധിക നേരം ക്രീസിൽ നിലയുറപ്പിക്കാൻ അയാൾക്ക് വിധിയില്ലായിരുന്നു. ഹൈദരാബാദ് ബൗളിംഗ് നിരയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം വലിയൊരു പരീക്ഷണമായിരുന്നു. മുംബൈ ബാറ്റിംഗ് കൊടുങ്കാറ്റായി വീശിയപ്പോൾ ഹൈദരാബാദ് ബൗളർമാർ പലപ്പോഴും നിസ്സഹരായി. എങ്കിലും മധ്യ ഓവറുകളിൽ ഇഷാൻ മലങ്ക നടത്തിയ പ്രകടനം കൃത്യതയാർന്ന ബൗളിംഗ് ശ്രദ്ധേയമായിരുന്നു. 4 ഓവറിൽ 29 റൺസ് മാത്രം വഴങ്ങി 1 വിക്കറ്റ് വീഴ്ത്തിയ മലിംഗ റൺ റേറ്റ് നിയന്ത്രിക്കാൻ കഠിനമായി ശ്രമിച്ചു. യുവ ബൗളർ പ്രഫുല്ലിംഗെ 2 വിക്കറ്റുകൾ വീഴ്ത്തിയെങ്കിലും ധാരാളം റൺസ് വഴങ്ങിയത് ഹൈദരാബാദിന് തിരിച്ചടിയായി. നായകൻ പാറ്റ് കമ്മിൻസിന്റെ 17ാമത്തെ ഓവർ മത്സരത്തിലെ മികച്ച സ്പെല്ലുകളിൽ ഒന്നായിരുന്നു. റെക്കോർഡുകളുടെ പെരുമഴ തന്നെയാണ് ഈ മത്സരത്തിൽ പിറന്നത്. IPL ചരിത്രത്തിൽ വാങ്കഡ സ്റ്റേഡിയത്തിൽ ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറുകളിലൊന്നായി മുംബൈയുടെ 243 റൺസ് മാറുന്നുണ്ട്. കൂടാതെ റയാൻ റിക്കിൾട്ടൻ തന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന IPL സ്കോർ ഈ മത്സരത്തിലൂടെ കുറിച്ചിടുകയാണ്. പവർ പ്ലേ ഓവറുകളിൽ മുംബൈ നേടിയ 92 റൺസ് ഈ സീസണിൽ തന്നെ ഏറ്റവും മികച്ച റെക്കോർഡ് സ്കോറാണ്. സൺറൈസിനെതിരെ മുംബൈ ഇന്ത്യൻസ് നേടുന്ന ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ എന്ന ഖ്യാതിയും ഈ ഇന്നിംഗ്സിന് സ്വന്തമുണ്ട്. ഹൈദരാബാദിന്റെ ബാറ്റിംഗ് വെടിക്കെട്ടിന് തിരികൊളുത്തിയത് ഓപ്പണർ ഡ്രാവിഡ് ഹെഡ് ആയിരുന്നു. വെറും 30 പന്തിൽ നിന്ന് 8 സിക്സറുകളിലൂടെയും 4 ബൗണ്ടറികളും അടിച്ച് 76 റൺസാണ് അയാൾ അടിച്ചുകൂട്ടിയത്. സ്റ്റേഡിയത്തിന്റെ എല്ലാ കോണിലേക്കും പന്തുകൾ പറത്തിയ ഹെഡ് മുംബൈ ബൗളർമാരെ അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭമാക്കി. കൂട്ടിന് അഭിഷേക് ശർമ്മ കൂടി ചേർന്നതോടെ ഹൈദരാബാദ് വിജയലക്ഷ്യത്തിലേക്ക് കുതിക്കുകയായിരുന്നു. മുംബൈയുടെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തി. 30 പന്തിൽ 65 റൺസുമായി പുറത്താകാതെ നിന്ന ക്ലാസൻ 4 സിക്സറുകളും 7 ഫോറുകളും നേടി. ഡ്രാവിഡ് ഹെഡ് പുറത്തായ ശേഷം ബാറ്റിംഗ് ചുമതല ഏറ്റെടുത്ത ക്ലാസൻ മുംബൈയുടെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തി. 30 പന്തിൽ 65 റൺസുമായി പുറത്താകാതെ നിന്ന ക്ലാസൻ 4 സിക്സറുകളും 7 ഫോറുകളും നേടി. ഏത് ബൗളറെയും അടിച്ചകത്താനുള്ള അദ്ദേഹത്തിന്റെ കരുത്ത് വാങ്കഡ സ്റ്റേഡിയത്തിൽ മുംബൈയുടെ തകർച്ചയുടെ പ്രധാന ചേരുവയായിരുന്നു. മുംബൈ ഉയർത്തിയ 244 റൺസ് എന്ന പടുകൂറ്റൻ ലക്ഷ്യം പിന്തുടർന്ന ഹൈദരാബാദ് ഒരിക്കൽ പോലും സമ്മർദ്ദത്തിന് അടിപ്പെട്ടില്ലായിരുന്നു. തുടക്കം മുതൽക്കേ ആക്രമിച്ച് കളിച്ചവർ 18.4 ഓവറിൽ 4 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം കാണുന്നുണ്ട്. IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച 4ാമത്തെ ചേസാണ് ആ മത്സരത്തിൽ ഹൈദരാബാദ് നടത്തിയത്. സ്വന്തം തട്ടകമായ വാങ്കഡയിൽ മുംബൈ ബൗളർമാർക്ക് ഇന്നലെ കറുത്ത ദിനമായിരുന്നു. പ്രധാന ബൗളറായ ജസ്പ്രീത് ബുംറ 4 ഓവറിൽ 54 റൺസുകൾ വഴങ്ങി. പോരാത്തതിന് വിക്കറ്റൊന്നും നേടാൻ അയാൾക്ക് സാധിച്ചില്ലായിരുന്നു. യുവതാരം അശ്വിനി കുമാർ 2 ഓവറിൽ 41 റൺസ് വിട്ടു നൽകിയതും മുംബൈക്ക് തിരിച്ചടിയായി. ഹൈദരാബാദ് ബാറ്റിംഗ് നിരയുടെ സംഹാര രൂപത്തിന് മുമ്പിൽ മുംബൈയുടെ തന്ത്രങ്ങളെല്ലാം പാളിപ്പോകുകയായിരുന്നു. മുംബൈ ബൗളിംഗിൽ ഗസൻഫർ 4 ഓവറിൽ 51 റൺസ് വഴങ്ങിയെങ്കിലും 2 വിക്കറ്റുകൾ വീഴ്ത്തി, അല്ലെങ്കിലും പൊരുതി നിന്നു.
നായകൻ ഹാർദിക് പാണ്ഡ്യ ഡേവിഡ് ഹെഡിന്റെ വിക്കറ്റ് വീഴ്ത്തി ബ്രേക്ക് ത്രൂ നൽകാൻ ശ്രമിച്ചെങ്കിലും മറ്റ് ബൗളർമാരുടെ പിന്തുണയില്ലാത്തത് തിരിച്ചടിയായി. അമിതമായ റൺസ് വഴങ്ങിയത് മുംബൈയുടെ പതനം പൂർത്തിയാകുകയായിരുന്നു. നിങ്ങൾ പറയൂ, ദൈവത്തിന്റെ പോരാളികൾക്ക് ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമാണോ? Free audio post-production by alphonic.com